എടി മതി നിർത്ത്. എങ്ങോട്ടായി കേറി പോന്നത്? ഇതേ എന്റെ വീടാ. നിന്നെ കെട്ടിക്കൊണ്ടുവന്നല്ലേ ഇങ്ങോട്ട്? ആ ബോധമുണ്ടല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അധികം ഡയലോഗ് അടിച്ചാണ്ടല്ലോ ഇവിടെ നിന്നെ പുറത്താക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇറങ്ങിക്കോ. എന്നെ പോലെ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ടുവന്നല്ലേ. എടി എന്തടീന്ന് ഇതേ തളെ നിർത്തിക്കോ. കുറെ കാലമായി ഞാനിവിടെ കിടന്ന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ എൻ്റെ വീട്ടുകാരന് സ്ത്രീധനത്തിന് പേരിൽ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളുടെ നാവെങ്ങാൻ ഇനി എൻ്റെ നേർക്ക് പൊങ്ങിയാണ്ടല്ലോ, അല്ലെങ്കിലും എനിക്കിവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ മോൻ ദുബായിലല്ലേ, എനിക്ക് എൻ്റെ വീട്ടിൽ പോയിരുന്നൂടെ? എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവമല്ലേ, ഒറ്റയ്ക്ക് ആവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാ എന്നെ ഇനിയും ഭരിക്കാൻ വന്നാണ്ടല്ലോ. എന്റെ ദൈവമേ, എന്ത് നാവാടി നിനക്ക്! ഇത്രയും കാലോട് പൂച്ചനെ പോലെ പമ്മ ഇരുന്നിട്ട് പെണ്ണ് പറയുന്നു നോക്ക്. അയ്യോ നാട്ടുകാരെ ഓടിവായോ. നിർത്തിക്കോടുന്ന്. കുറെ നേരം നിങ്ങൾ തുടങ്ങിയിട്ട് എന്ത് നോക്കി നിക്ക? പോയി അടിക്ക്. ദൈവമേ, സ്വപ്നായിരുന്ന? പുലർച്ചെ കാണുന്ന സ്വപ്നമൊക്കെ പലിക്കുന്ന പറയുന്നത്. ഇനി ആ പെണ്ണിന്റെ സ്വഭാവം ഇങ്ങനെ മാറോ ദൈവമേ? അയ്യോ, ഓ ഒന്നുമില്ല. അല്ല, നീ സ്കൂളിൽ പോയില്ലേ? ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് സ്കൂളില്ല. അപ്പോ സൺഡേ അല്ലേ? അച്ഛമ്മയ്ക്ക് ഒന്നും ഒരു ഓർമ്മയില്ല. അല്ല, നിന്റെ അമ്മ എവിടെ? അവളുടെ സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ. അമ്മ അവിടെ അലക്കിക്കൊണ്ടിരിക്കാനോ? അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ പോയി കളിച്ചോ, പയ്ക്കോ. അച്ഛമ്മ. ഓ, എന്നാലും എന്തിനാ ദൈവം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? എന്നാൽ ആ സുശീലിൻ്റെ അടുത്ത് സംസാരിച്ചതാ പറ്റിപ്പോയത്. അവളുടെ മരുമോളൊരു താടകയാണ് പറഞ്ഞപ്പോ ഈ പെണ്ണ് അങ്ങനെ ആയാലോ എന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ടായിരിക്കും. പെണ്ണവിടെ. ഡേ സന്ധ്യേ, എടീ. എന്താ ഭാഗ്യം, സ്വപ്നം കണ്ടപ്പോ പെണ്ണിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവും വിചാരിച്ചു. അല്ല, നീ എന്താ എൻ്റെ ഡ്രസ്സൊന്നും എടുക്കാണ്ട് വന്നിരിക്കുന്നത്? ഞാൻ റൂമിൽ വന്നപ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഏതൊക്കെയാ തുണികളെന്ന് അറിയാതെ ഇരുന്നപ്പം ഞാൻ എൻ്റെ മാത്രം എടുത്ത് അലക്കാൻ വന്നതാ. എല്ലാത്തിനും ഓരോ ന്യായം കണ്ടുപിടിച്ച് നടന്നോ? അവിടെ ബക്കറ്റിൽ ഞാൻ കുറേ തുണികൾ കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് പോയി അലക്ക്. കുഞ്ഞൂസേ, നീ എന്തൊക്കെ അവിടെ? കുഞ്ഞ് ഇവിടെയൊക്കെ അടിച്ചു വാരാണോ അച്ഛമ്മ? ഈ പണിയൊക്കെ നീയാണോ ചെയ്യുന്നത്? അതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് നിന്റെ അമ്മ ചെയ്തോളും. മോൻ അവിടെ വെച്ചിട്ടേ പോയി കളിക്കുക, പഠിക്കുക, എന്തെങ്കിലും ചെയ്യ്. ഇവിടെയല്ലേ അമ്മ ഒറ്റയ്ക്കല്ലേ കൊറേ പണി ചെയ്യുന്നു. അപ്പൊ കുഞ്ഞ് അല്ലെ അമ്മനെ സഹായിച്ചു കൊടുക്കാണോ? വീട്ടിലെ പണികളൊന്നും ആൺകുട്ടികൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഇതൊന്നും ശീലിക്കല്ലേ. നീ അവിടെ വെച്ചിട്ട് പോ. അല്ലെങ്കിലും ചൂല് കണ്ടാ തുടങ്ങും അടിക്കാനും വാരാനും കോരാനൊക്കെ. നിന്റെ അച്ഛനൊന്നും ഈ സ്വഭാവം ഇല്ലല്ലോ. നിനക്ക് അവിടെ നിന്ന് കിട്ടിയതാ? ഈ പണിയൊക്കെ ചെയ്യാൻ കുഞ്ഞിക്ക് ഇഷ്ടമാണോ അച്ഛമ്മ? അങ്ങനെ ഇഷ്ടപ്പെടണ്ട. നീ അച്ഛമ്മ പറയണ കേക്ക്. അവിടെ ഇട്ടിട്ട് പോവാൻ നോക്ക്. പിന്നെ 2 തുണി കൂടുതൽ കിട്ടിയ വേണ്ട അതന്നെ തുടച്ചും കൊണ്ട് നിൽക്കണ്ട. വേഗം ചെയ്തിട്ടേ ഭക്ഷണം ഉണ്ടാക്ക്. സമയം ഒരുപാടായി. മോനവിടെ വെച്ചോ, അമ്മ ചെയ്തോളാം. സാരമില്ല അമ്മ, കുഞ്ഞ് പണികളൊക്കെ ചെയ്തോല. വസന്തേ, കല്യാണ തിരക്കൊക്കെ എന്തായി? 1 മാസം ഉണ്ടെന്ന് അറിയാ. എന്നാലും എന്തോ പെയിന്റ് പണിയും മുറ്റത്തിന്റെ പണിയൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? പണിക്കാരുണ്ടാ? പിന്നെ കല്യാണ കത്തൊക്കെ കൊടുത്താ? മഴയായിട്ടൊന്നും പോവാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കുറച്ചൊക്കെ ഫോണിൽ വിളിച്ച് പറയ്. എന്തായാലും വെക്കില്ലേ, മകന്റെ ആദ്യത്തെ അല്ലേ. പിന്നെ എത്ര പവന്റെ കെട്ടിച്ചതിനടുത്ത്? 5 പവന്റെയാ?
നീ ഇപ്പോഴത്തെ വിലക്കൊക്കെ കൂട്ടിയാ കൂടുന്നതാ? ഓ, നേരത്തെ ബുക്ക് ചെയ്തെടുത്തതാ? എന്തായാലും നന്നായി. എന്തായാലും പെൺകുട്ടിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 5 പവൻ കൊടുത്താലും നഷ്ടമില്ല. ആണോ? ഓ ഓ, ആയിക്കോട്ടെ. ഇല്ല, അവൻ ഇപ്പോൾ 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പോയിട്ട്. 6 മാസം കൂടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ വരാം. 10 ദിവസം മുമ്പാ? നോക്കട്ടെ. ശരി ശരി. ഓ, അച്ഛമ്മ ആരുടെ കല്യാണമാണോ? അച്ഛമ്മന്റെ അനിയത്തിയില്ലേ പള്ളത്തേരിയിലുള്ള വസന്ത, അവന്റെ മോന്റെ അജയ് മാമന്റെ കല്യാണമല്ലേ? അതിന് പോവാൻ കുഞ്ഞൂസിന് ഡ്രസ് ഉണ്ടാ? അന്ന് അച്ഛമ്മക്ക് വാങ്ങിച്ചു തന്നില്ല ഒരു ബ്ലൂ കളർ ഡ്രസ്. അത് കുഞ്ഞ് ഇട്ടിട്ടേ ഇല്ല. അത് നമ്മൾക്ക് പോകുമ്പോ നമുക്ക് ആ ഡ്രസ് ഇടാ. ആ, അത് ഇട്ടിട്ടില്ല അല്ലേ? എന്നാ പിന്നെ മോൻ അതന്നെ ഇട്ടോട്ടാ. അപ്പൊ അച്ഛമ്മയ്ക്ക് ആ ഡ്രസ്സ് ഇല്ലാണ്ടായി പോയത്. എല്ലാ സാരികളും ഉടുത്തു. അന്ന് അപ്പൂപ്പൻ സാരി വാങ്ങിച്ചു തന്നില്ലേ? അത് അച്ഛമ്മ ഇട്ടിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് പോകുമ്പോ നമുക്ക് ആ ഡ്രസ് ഇടാ. ഏത് വിഷുവിന് നിന്റെ അമ്മന്റെ അച്ഛൻ കൊണ്ടുവന്ന ആ പീറ സാരിയാ? വല്ല റോഡ് സൈഡിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടാകും, ഒരു പേരിന് ചടങ്ങിന് കൊണ്ടുവരണ്ടേ പറഞ്ഞിട്ട്. അത് വിട്ടിട്ട് ആ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ അനീഷമ്മന്റെ മുന്നിൽ നാണക്കേട്. എടീ, അവൻ നിനക്ക് പൈസ വല്ലതും അയച്ചു തന്നിട്ടുണ്ടാ? പൈസ അമ്മന്റെ അക്കൗണ്ടിലേക്കല്ല അയക്കുക. എനിക്കിപ്പോ 25,000 അല്ലേ അയക്കണല്ലോ. ഇനിയിപ്പൊ ഞാൻ അറിയാണ്ട് നിന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ അയക്കണ്ടെന്നാ ചോദിച്ചത്. ഉണ്ടാ? ഇല്ലമ്മേ. അതെ, ആ വസന്തന്റെ മോന്റെ കല്യാണമായി. അവര് 5 പവന്റെ കെട്ടിച്ചതിനാണ് അത്ര വാങ്ങിച്ചിരിക്കുന്നത്. അല്ല, അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മരുമകളെ 75 പവന്റെ സ്വർണം ഇട്ടിട്ട് വരുന്നത്രേ. അപ്പൊ ഈ 5 കൊടുത്താൽ നഷ്ടമൊന്നുമില്ല. ഇവിടെ ഒരുത്തിയുണ്ട് 6 പവനും കൊണ്ട് വന്നത്. ചെക്ക ഇഷ്ടപ്പെട്ടു പോയില്ലേ, എന്താക്കാനാ? പിന്നെ സ്ത്രീധനം ചോദിക്കാനും പറ്റില്ല. തെറ്റും കുറ്റവും ഒക്കെ ആണത്രേ. പെട്ടു എന്നല്ലാണ്ട് എന്ത് പറയേ. അവളവിടെ പണിയെടുക്കണ കാണല്ലേ? ഫോണും എടുത്താ അമ്മ സംസാരിക്കാം. നീ പണിയെടുത്തോട്ടാ. ആ മോനെ. ഓ, എന്താടാ, ഞാൻ എടുത്താ പറ്റില്ലേ? അവളവിടെ എന്തോ ചെക്കനും ഭക്ഷണം കൊടുക്കാ തോന്നണോ? ആ, പിന്നെ നീ ഇത്തവണ എന്താ പൈസ അയക്കാൻ വൈകണത്? ഒരു 5,000 കൂടി കൂട്ടി അയച്ചോട്ടാ. ഒന്നുമില്ല, വസന്തന്റെ മോന്റെ കല്യാണം ആയില്ലേ. അപ്പൊ അമ്മയ്ക്ക് സാരി എടുക്കണം, പിന്നെ ബന്ധുപ്പണം എന്തെങ്കിലും കൊടുക്കണ്ടേ? നിന്റെ കല്യാണ സമയത്തെ അവള് 3,000 അത്രയോ തന്നേ തോന്നണോ? എന്തായാലും ഇപ്പൊ 6 വർഷം കഴിഞ്ഞില്ലേ, ഒരു 2,000 കൂടി കൂടുതൽ കൊടുക്ക. അങ്ങനെ 5,000 എന്തെങ്കിലും വെക്ക. ആ, നീ മറക്കാണ്ട് അയക്കുന്ന തന്നെ. ഓ, അവളുടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാ. എന്നിട്ട് സംസാരിക്കാൻ എടുക്കാം, എന്തോ ചെയ്. ഓ, ശരി ശരി. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിട്ടാ. എന്തായാലും 1-1.5 മണിക്കൂർ സംസാരിക്കുമല്ലോ. വേഗം ഭക്ഷണമാക്ക്, വിശക്കുന്നു. അമ്മ അച്ഛമ്മ ഇത്രയും പറഞ്ഞിട്ട് അമ്മ എന്താണ് മിണ്ടാന്നിരിക്കുന്നു? അച്ചമ്മയ്ക്കൊക്കെ പ്രായമായതല്ലേ കുഞ്ഞൂസേ, ഓരോന്ന് പറഞ്ഞു പോയിട്ട്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മോന് വിശന്നില്ലേ? അമ്മ ചോറെടുത്ത് തരട്ടെ? കുഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണോ അമ്മ? ഒന്നും ചെയ്തു തരില്ല കുഞ്ഞൂസേ. മോനവിടെ പോയിരുന്നോ? ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് വേണം എൻ്റെ അച്ഛമ്മ അമ്മനെ ഓരോന്ന് പറയാൻ. മോൻ പോയിരിക്കേ, അമ്മ ഭക്ഷണം എടുത്തിട്ട് വരാം. അമ്മ, അമ്മയ്ക്ക് അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടോ? എന്താ കുഞ്ഞങ്ങനെ ചോദിച്ചേ? അച്ഛനില്ലാത്ത കൊണ്ട് അച്ഛമ്മ വഴക്ക് പറയും. അച്ഛൻ ഉണ്ടാൽ അച്ഛമ്മ വഴക്ക് പറയില്ല. ആ സാരില്ല കുഞ്ഞൂസേ, നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അച്ഛൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അച്ഛമ്മയ്ക്ക് പിന്നെ പ്രായമായതല്ലേ, അതിൻ്റെ ഓരോന്ന് പറയുന്നത്. കാര്യാക്കണ്ട കേട്ടോ. ഇതെന്താ രണ്ടും കൂടി ഇവിടെ വന്ന് കിടക്കുക?
അമ്മ ഉച്ചക്കത്തെ പണി കഴിഞ്ഞപ്പോ കുറച്ചേരം വന്ന് കിടന്നതാ. ഓ, ഉച്ചയ്ക്ക് മല മറിക്കണ പണിയല്ലേ അങ്ങോട്ട് ചെയ്തത്? ചോറെന്തോ പുഴുക്കി വെച്ചു, പിന്നെ പരിപ്പ് മാങ്ങിയിട്ട് എന്ത് കറിയാ ഉണ്ടാക്കിയത്? ഒരു ബീട്രൂട്ട് ഉപ്പേരിയാ. വായി വെക്കാൻ കൊള്ളില്ല. എങ്ങനെയൊക്കെയാണ് കഴിച്ചു തീർത്തത്. നീയേ വേഗം ഒണിച്ചിട്ട് ചായക്ക് എന്തെങ്കിലും റെഡിയാക്ക്. ഉച്ചയ്ക്ക് ഞാൻ മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ചായക്ക് ആവിലെ എനിക്ക് പഴം പുഴുങ്ങ ചെയ്തപ്പുറമേ. പിന്നെ എളുപ്പപ്പണിയൊന്നും നടക്കില്ല. കുറെ കാലമായില്ലടി ഈ ചോറും കറിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും മര്യാദയ്ക്ക് നിനക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? 2 ദിവസം മുമ്പ് ആ സുദേവന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പയില്ലേ, അത് പോയിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങ്. ഇനിയും എടുത്തു വെച്ച് കഴിഞ്ഞാലേ അതിനൊരു ടേസ്റ്റും ഉണ്ടാകില്ല. എന്നിട്ട് കുറച്ച് ചെറിയുള്ളിയും കാന്താരിയൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി അരക്കി. ഓ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? എന്ത് കുറച്ച് കഴിഞ്ഞിട്ട്? ചായ വേഗം കുടിച്ചാലല്ലേ രാത്രിക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് ചപ്പാത്തിയും കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാൽ മതി. കഞ്ഞി കുടിച്ച് മനുഷ്യന് മതിയായി. ആമേ. ആ, എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം പോയി ഉണ്ടാക്കാൻ നോക്ക്. ഞാൻ ആ സൗദാമിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ നിന്ന് എന്തോ ബാത്റൂമിൻ്റെ വീണെന്നോ വഴിക്കുന്ന എന്തോ പറയണ കേട്ടു. ഒന്ന് പോയിട്ടെ. വാ, മതി, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. ഇതാരീ ഈ സമയത്ത്? നമ്മുടെ കുട്ടിക്കാണല്ലോ. ആ അമ്മേ, എന്നെ മനസ്സിലായോ? ഇല്ല, ആരാ? ഞാൻ സന്ധ്യയുടെ വല്യമ്മൻ്റെ മോനാ, സുജിത്ത്. ഓർമ്മയില്ലേ? ആ ആ, ഇപ്പോൾ ഓർമ്മ വന്നു. അല്ല, നീ എവിടെയോ ദുബായിലിട്ടായിരുന്നില്ലേ? ലീവിന് വന്നതാ? ആമേ ലീവിന് വന്നതാ. അവളുടെ ഇല്ലേ? ഓ, ഇവിടെ ഇല്ലാണ്ട് എവിടെ പോവാൻ? നീ വാ, കയറിയിരിക്കേ. അല്ല, അമ്മ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഈ സമയത്ത് വന്ന് ബുദ്ധിമുട്ടായോ? ഓ, അത് കാര്യമില്ല. നീ വാ. ഡേ സന്ധ്യേ, ഏട്ടാ എപ്പോഴാ നാട്ടിലെത്തിയത്? ഞാൻ വന്നിട്ട് ഇതാ ഇപ്പൊ 2 മാസമായി. എപ്പോ വന്നാലും ഇത്ര ദിവസം ഒന്നും നിൽക്കില്ലല്ലോ. എന്താ ഏട്ടാ, കല്യാണം എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഏയ്, ഈ കല്യാണമൊന്നുമില്ല, വേറൊരു പരിപാടി ഉണ്ട്, അത് അത്രയും നിന്നത്. ഏട്ടനിരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നപ്പോ. ഓ, അവളുടെ ഒന്ന് ചായ കുടിക്കണേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാ. ഒരു വക വായിൽ വെക്കാൻ കൊള്ളില്ല മോനെ. അല്ല, നീ എവിടെ? നമ്മുടെ വിനോദിന്റെ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്നത്? ഇല്ല, വിനോദ് അബുദാബിയിലല്ലേ, ഞാൻ ദുബായിൽ തന്നെയാ. ഓ, അല്ല, അവിടെ എന്താ നിന്റെ പണി? നല്ല ശമ്പളമൊക്കെ ഉണ്ടാ? ഞാൻ അവിടെ മൊബൈൽ ഷോപ്പ് ഇട്ടതാ, ഇപ്പൊ 2-3 ഉണ്ട്. ദുബായിൽ സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പൊക്കെയോ? ആ, എന്തായാലും നന്നായ മോനെ. നിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ വലിയ കൃഷിക്കാര്, പെങ്ങളിന് എന്തോ എഞ്ചിനീയർക്കല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. നിങ്ങൾ ഇത്രയും നല്ല സെറ്റപ്പ് ഉള്ളത് ഇവരുടെ കുടുംബത്തിലൊക്കെ എങ്ങനെ വന്ന് പെട്ടത്? ഇവർക്കാണെങ്കിൽ ഒരു ഗതിയില്ലല്ലോ. അല്ല, കുഞ്ഞൂസ് എവിടെ? കുഞ്ഞപ്പുറത്തെ വീട്ടില് കളിക്കാൻ പോയിരിക്ക. അവനിപ്പോ 4-4.5 വയസ്സായില്ലേ, സ്കൂളിൽ പോകാനായല്ലോ. അല്ല, പിന്നെ നീ ഒന്ന് ജോലിക്ക് വേണ്ടി ഇവിടെ തന്നെ ഇരിക്കുന്നേ? എന്ത് ജോലി? അല്ലെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കഴിയേണ്ട കുടുംബമൊന്നും അല്ല. അല്ലെങ്കിലും ഇവിടിപ്പോ ജോലിക്ക് പോയാലേ ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും വേണ്ടാ? ഞാൻ ഒറ്റയ്ക്കാ. ഇവളെ കെട്ടിക്കൊണ്ട് വന്ന തന്നെ എന്നെ നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാ. അല്ലേ, കല്യാണത്തിന് മുമ്പ് ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ബോൾഡായിരുന്നു. അച്ഛനും അമ്മയും ഒരു അനിയത്തിലും ഉള്ളായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു കുടുംബത്തിലെ മെയിൻ. പഠിക്കുന്ന സമയത്ത് കൂടി പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് ഇവിടെ കുടുംബം നോക്കിയത്. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ആകെ ഒതുങ്ങിക്കൂടി മാറിയപ്പോഴേ അതുകൊണ്ട് ചോദിച്ചതാ. ആ, അവൾ എന്തായാലും ജോലിക്ക് പോകണില്ല, അല്ലെങ്കിലും ഞങ്ങൾ വിടാന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ ലീവിന് വന്നു തന്നെ ഒരു ടൗണിലൊരു ഫർണിച്ചർ ഷോറൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ആയതുകൊണ്ട് 2 മാസം ഇവിടെ തന്നെ നിന്ന് പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ മൺഡേ ആണ് ഇനാഗ്രേഷൻ. സത്യം പറഞ്ഞാൽ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. എടോ, താൻ BCom എല്ലാം കഴിഞ്ഞല്ലേ? എന്തായാലും നമ്മുടെ കമ്പനിയിൽ കുറേ ആൾക്കാർ സ്റ്റാഫിനൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ അവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാളാകുമ്പോഴേ എനിക്ക് ധൈര്യം നിന്നെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അവിടെ പോയി ഇരിക്കുകയായിരുന്നു. എടാ മോനെ, നീ ഉദ്ഘാടനത്തിന് വിളിക്കാൻ വന്നാണെങ്കിലേ അത് വിളിച്ചിട്ട് ചായ വെള്ളം കുടിച്ചിട്ട് പോവാൻ നോക്ക്. അല്ലാണ്ട് അവൾക്ക് ജോലി ശരിയാക്കി കൊടുക്കുന്ന കാര്യമൊന്നും നീ ഇടപെടണ്ട. അതിന് അമ്മായിമ്മയാ ഞാനും അവളുടെ ഭർത്താവൊക്കെ ഉണ്ട് കേട്ടാ.
അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എന്തായാലും അവളെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുഞ്ഞു സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ. അല്ലെങ്കിൽ ഈ കാലത്തൊക്കെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന നല്ലല്ലേ, ചിലപ്പോൾ കൂടി വരികയല്ലേ. ഓ ഓ, അതൊന്നും നീ നോക്കണ്ട. നീയേ അവന് ചായയോ വെള്ളമോ കൊടുത്തിട്ട് വേഗം പറഞ്ഞയക്കാൻ നോക്ക്. അമ്മേ, കല്യാണത്തിന് മുമ്പേ അവൾ ആരായിരുന്നു അമ്മയ്ക്ക് അറിയോ? ഇവിളാര്? ആ മോഹന്റെ മോൾ തന്നെയല്ലേ? അമ്മയ്ക്ക് അത് മാത്രമല്ലേ അറിയുള്ളൂ? അറിയാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരട്ടെ. അമ്മ ഇത് കണ്ടുണ്ടോ? ആളെ കളരിയാ. പണ്ട് ഇവളുടെ അനിയത്തിന് ഒരാൾ ശല്യം ചെയ്തു പറഞ്ഞിട്ടേ ഇവളുടെ അച്ഛൻ എന്നോടൊന്ന് പറഞ്ഞത്. അപ്പം ഞാനും 2 പിള്ളേരും കൂടി ചോദിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇവൾ അവൻ്റെ മൂക്ക് ഇട്ടിച്ച് പഞ്ചറാക്കിയിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇവളെ ശല്യം ചെയ്തതും പിന്നെ നാട്ടിലെ ആരുടെയും എല്ലാ പ്രശ്നത്തിനും ഇടപെടായിരുന്നു. അപ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും കല്യാണപ്രായ പെൺകുട്ടി അല്ലെ ഈ പ്രശ്നമൊന്നും വേണ്ട പറഞ്ഞിട്ടേ ആളൊന്ന് ഒതുങ്ങിയതാ. പക്ഷെ ദേഷ്യം വന്നാലേ അവളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ, ഞാൻ നേരിട്ട് കണ്ടതാ. അവന് ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഒന്നുമില്ല മോനെ. ഞാനേ അവനെൻ്റെ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. അല്ല സന്ധ്യേ, പിന്നെ മോള് പുറത്തൊക്കെ പോയി കഷ്ടപ്പെടണ്ടാവട്ടെ ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതേ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ എപ്പോഴാണ് തുടങ്ങുന്നത് ആ സമയം വിട്ട് പോയിക്കോട്ടാ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇവിടുത്തെ പണികളല്ലേ അത് ഞാൻ ചെയ്തോളാം. പിന്നെ മോനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി. കുറേ ദൂരത്തുനിന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ. എന്നാ ശരി, കുഞ്ഞുസെ കുറേ നേരമായി പോയിട്ട്, ചെക്കൻ വിളിച്ചില്ലെങ്കിൽ വരില്ല. ഇപ്പം വരെ. ഇതൊക്കെ എന്തിനായിട്ടാ പറയാൻ പോയത്? നിന്റെ അമ്മായിയമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് നിന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടില്ലല്ലോ. നീ ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നതേ കുറച്ച് നല്ല തന്നെയാണ്. എന്തായാലും നിന്നെ അവരിന്നൊന്നും പറയില്ല, അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട്. അല്ലടോ, എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്, നീ എന്തിനാ ഇങ്ങനെ ഒതുങ്ങി കൂടി ജീവിക്കുന്നത്? എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്ന് അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. ഇവിടുത്തെ അമ്മേൻ്റെ സ്വഭാവം വെച്ചിട്ടേ വന്ന ആ മാസത്തിൽ തന്നെ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ ഞാനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീട്ടുകാർക്കും അനിയത്തിക്കൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാം സഹിച്ച് ഇവിടെ തന്നെ ഇരുന്നത്. വിനോദേട്ടനൊരു പാവമാണ്. പിന്നെ കുഞ്ഞു ആയപ്പോൾ ഞാൻ ഈ ജീവിതമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ ഉള്ളിലുള്ളതൊക്കെ പൊട്ടിത്തെറിച്ച് ഞാനങ്ങനെ പറയുന്നൊക്കെ വിചാരിച്ചതാ. എന്തോ ഭാഗ്യത്തിന് ഏട്ടൻ പറഞ്ഞത് നന്നായി. ആ ഒരു സീനൊന്നും ഒഴിവായി കിട്ടിയല്ലോ. ഏട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എൻ്റെ ദൈവമേ, പെണ്ണ് കളരിയായിരുന്ന ചെക്കപ്പം ഒന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ 32 പല്ലും അവൾ കുഴിച്ചിട്ടിട്ടുണ്ടാകും. കാരണന്മാർ പറഞ്ഞ വെറുതെ അല്ല, രാവിലെ വേണ്ട സ്വപ്നം എന്തായാലും വലിക്കും. കണ്ടും കേട്ടും നിന്നില്ലെങ്കിലേ പഞ്ഞിക്കിടും പെണ്ണ്. കുഞ്ഞുസേ. അമ്മായിയമ്മയുടെ കുത്തുവാക്കുകൾ കേട്ട് സഹിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി മരുമകൾക്ക് വേണ്ടത് കേവലം ക്ഷമയല്ല, കരുത്താണ്. വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. പുറത്തിറങ്ങി ജോലി ചെയ്യുമ്പോഴും സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും അവൾക്ക് ആത്മവിശ്വാസം കൂടും. അവരെ അടിച്ചമർത്താൻ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.